തണൽ തേടി അലഞ്ഞവരുടെയും അവർക്ക് തണലൊരുക്കി നൽകിയവരുടെയും കഥകൾ പറയുന്ന തണൽ പ്രോഗ്രാമിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് കൊല്ലം ജില്ലയിൽ ചടയമംഗലത്തിന് സമീപം കൂരിയോട് പ്രവർത്തനം തുടരുന്ന ബെത്സൈദ റിഹാബിലിറ്റേഷൻ ട്രെയിനിങ് സെന്റർ ഫോർ ദി ഹാൻഡിക്യാപ്ഡ് എന്ന സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങളാണ്. മലങ്കര കത്തോലിക്ക സഭ ബഥനി സന്യാസിനി സമൂഹത്തിന് കീഴിൽ നടത്തപ്പെടുന്ന നിരവധി ജീവകാരുണ്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് കൂരിയോടുള്ള ബെത്സൈദ റിഹാബിലിറ്റേഷൻ ആൻഡ് ട്രെയിനിങ് സെന്റർ. ബെത്സൈദ റിഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ ഡയറക്ടറായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു. എൻ്റെ പേര് സിസ്റ്റർ കീർത്തന. ശാരീരികവും മാനസികവുമായിട്ട് പല വിധത്തിലുള്ള വെല്ലുവിളികൾ ഏർപ്പെട്ടിരിക്കുന്ന മക്കളാണ് ഇവിടെയുള്ളത്. അവർക്ക് കുറച്ച് പേർക്കൊക്കെ അവരുടെ വീടും ഫാമിലിയൊക്കെ ഉണ്ടെങ്കിലും മജോറിറ്റി അവരുടെ ഭവനം എന്നത് ഈ കമ്മ്യൂണിറ്റിയാണ്. ഞങ്ങളാണ് അവരുടെ അമ്മമാരായിട്ട് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. ഞങ്ങളുടെ 3 സിസ്റ്റേഴ്സ് ഉണ്ട്. സിസ്റ്റർ പ്രശാന്തി, സിസ്റ്റർ സീന, ഒപ്പം ഞാനും ഇവിടെ ആയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ സിസ്റ്ററായിട്ട് ഒരു 28 വർഷമായി. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തരുന്ന ഒരു അവസരമാണ് ഈ സ്ഥാപനത്തിലെ ശുശ്രൂഷ. പ്രൊഫഷണലി ഞാനൊരു ടീച്ചറായിട്ട് ആണ് സമൂഹത്തിൽ വന്ന് ടീച്ചറിൻ്റെ ഒരു അധ്യാപികയുടെ ശുശ്രൂഷയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അതിലൊക്കെ ഉപരി ഈ മക്കൾക്ക് വേണ്ടി ഇവരോടൊപ്പമായിരിക്കുവാനും ഇവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്കുചേർന്ന് ഇവരെ ചേർത്ത് പിടിക്കാനും കഴിയുന്നതിൽ ഞങ്ങൾ അത്യധികം സന്തോഷം അനുഭവിക്കുന്നു. അതിലുപരി ഈ ശുശ്രൂഷ വഴി ഇവരുടെ കുടുംബങ്ങൾക്ക് അതുപോലെ ഈ നാടിന് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു നന്മയായിട്ട് ഞങ്ങളിതിനെ കരുതുന്നു. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി വീട്ടിൽ ആയിരിക്കുകയും അവരുടെ ശാരീരികവും മാനസികവുമായ വൈകല്യങ്ങളിൽ ഉള്ള കുഞ്ഞുങ്ങൾ അവരുടെ വീടുകളിലായിരിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഒരു വ്യഥ, അത് അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനും ആശ്വസിപ്പിക്കാനും ഈ ശുശ്രൂഷ വഴി, ഈ സ്ഥാപനം വഴി കഴിയുന്നുണ്ട് എന്നതിലും ഞങ്ങൾ ചാരിതാർത്ഥ്യമുള്ളവരാണ്. ബഥനി സന്യാസിനി സമൂഹത്തിൻ്റെ ഏറ്റവും മാതൃകാപരമായ ഒരു ശുശ്രൂഷ മേഖലയാണിത്. ഈ സ്ഥാപനത്തോടൊപ്പം ഇതുപോലെ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളും ഞങ്ങളുടെ ഈ തിരുവനന്തപുരം പ്രോവിൻസിനുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് പലവിധമായ സ്ഥാപനങ്ങളുണ്ട്. ഇവിടെയൊക്കെ പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്ത്രീകളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ കുഞ്ഞുങ്ങൾ ഇവരെയൊക്കെയാണ് അവരുടെ ശുശ്രൂഷ മേഖലകളിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. പ്രശാന്തിയുടെ പ്രഭചൊരിയും ആത്മീയ കീർത്തനങ്ങളിൽ ലീനമായ ദൈവസ്നേഹത്തിൻ്റെ പരിലാളനകൾ സഹജീവി സ്നേഹത്തിൽ അധിഷ്ഠിതമായ ക്രിസ്തു സ്നേഹത്തിൽ നിറവേറ്റുകയാണ് ചടയമംഗലത്തിനും നിലമേലിനും മധ്യേ കൂരിയോട് പ്രവർത്തിച്ചു വരുന്ന ബെത്സൈദ റിഹാബിലിറ്റേഷൻ ആൻഡ് ട്രെയിനിങ് സെന്റർ. ഞങ്ങളോടൊപ്പം സിസ്റ്റേഴ്സിനോടൊപ്പം ഇവരെ കെയർ ചെയ്യാനായിട്ട് ഇവിടെ സ്റ്റാഫ്, ഓരോ മേഖലകളിൽ പ്രാഗൽഭ്യമുള്ള ടീച്ചേഴ്സ് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ക്രാഫ്റ്റ് വർക്ക്, അതുപോലെ മറ്റ് മെഴുകുതിരി നിർമ്മാണം, തയ്യൽ, ഇങ്ങനെ പല തരത്തിൽ ഇവരെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഒന്ന് എൻഗേജ്ഡ് ആക്കുകയും ഒരു തൊഴിലധിഷ്ഠിത അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് അവരെ സഹായിക്കുകയും ചെയ്യുക എന്നതിലൂടെ ഈ സ്ഥാപനത്തിന് ലക്ഷ്യമുണ്ട്. അതുവഴി അവരോരോരുത്തരും സമൂഹത്തിന് വിലപ്പെട്ടവരാണെന്നുള്ളൊരു ബോധ്യം അവർക്ക് നൽകുന്നതിനും അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉള്ള മക്കളായിട്ട് വളരുന്നതിനും ഈ ശുശ്രൂഷകൾ വഴി, ഈ പരിശീലനം വഴി അവരെ സഹായിക്കുന്നുണ്ട്. ഈ മക്കളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി നമ്മൾ ഇവിടെ നടത്തി വരുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇവർ തന്നെ ഓർണമെൻറ്റ്സ് വളരെ മനോഹരമായി മാല, കമ്മൽ, അങ്ങനെയുള്ള സ്ത്രീകൾ അണിയുന്ന ആഭരണങ്ങൾ വളരെ മനോഹരമായിട്ട് ഇവർ തന്നെ ചെയ്ത് അത് വിപണനത്തിന് നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊന്ത, ജപമാല നിർമ്മാണം, അതുപോലെ ക്യാൻഡിൽ മേക്കിംഗ്, അത് വളരെ വലിയൊരു കാര്യമായിട്ട് തന്നെ അത് പോകുന്നു.
പള്ളികളിലും അതുപോലെ ഒക്കെ ഉപയോഗിക്കുന്ന മെഴുകുതിരികൾ ഇവിടുന്ന് വളരെ അത് പ്രത്യേകമായ രീതിയിൽ ഒരു മിഷൻ വഴി ഇത് മെഴുകുതിരികൾ ഇവിടെ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രസ്, ബുക്ക് ബൈൻഡിങ്, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളും അതിലൊക്കെ ഇവിടുന്ന് ഇവർക്ക് ആരോഗ്യമുള്ള മക്കൾ, അതിനോട് അഭിരുചിയുള്ള മക്കളെ കണ്ടെത്തി അവർ ഒക്കെ ഇതിനകത്ത് ശുശ്രൂഷ നടത്തുന്നുണ്ട്. ഞാൻ മഠത്തിൽ വന്നപ്പോൾ തന്നെ ഒരു അധ്യാപികയായിട്ടാണ് ഞാൻ എൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടാണ് ഞാൻ മഠത്തിൽ വന്നത് തന്നെ. എന്നാൽ ഇവരോടൊപ്പം ഈ പ്രേക്ഷിത മേഖല എൻ്റെ ജീവിതത്തെ തന്നെ ഒരു വലിയ വിചിന്തനത്തിനും എൻ്റെ ജീവിതത്തിന് തന്നെ ഒരു പരിവർത്തനത്തിനും ഒക്കെ സന്തോഷകരമായ ഒരവസ്ഥ എനിക്ക് പ്രദാനം ചെയ്യുന്നതിന് ഈ ഒരു പ്രേക്ഷിത മേഖല എനിക്കും ആത്മീയ വളർച്ചയ്ക്കും സഹായിക്കുന്നുണ്ട്. ബെത്സൈദ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ ജാതി മത വ്യത്യാസമില്ലാതെ ഇവിടെ മക്കൾ ആയിരിക്കുന്നു. ഈ നാടാണ് ഇവരെ കരുതുന്നതും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ. ഈ നാട്ടിലുള്ള ആഘോഷങ്ങളും ഇവരുടെ ഫീസ്റ്റുകളും ഒക്കെ ഈ മക്കളുടെ ആഘോഷമായിട്ട് നടത്താറുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഈ നാടിൻ്റെ സഹായവും സന്തോഷവും സഹകരണവും ഒക്കെയാണ് ഈ പ്രസ്ഥാനത്തെ ഒരു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ബഥനി സന്യാസിനി സമൂഹത്തിൻ്റെ ഏറ്റവും മഹത്തരമായ ഒരു ശുശ്രൂഷയായിട്ട് ഇതിനെ ഞങ്ങൾ കാണുന്നു. ദൈവം അതിനെ കൂടുതൽ നന്മയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഞങ്ങളെ സഹായിക്കട്ടെ, നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭിന്നശേഷിക്കാരും ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരുമായ വ്യക്തികളുടെ പുനരധിവാസ കേന്ദ്രമായും ട്രെയിനിങ് സെൻ്ററായും പ്രവർത്തിച്ചു വരുന്ന ബെത്സൈദ റീഹാബിലിറ്റേഷൻ ആൻഡ് ട്രെയിനിങ് സെൻ്ററിൽ ഇപ്പോൾ 58-ൽ പരം കുട്ടികൾക്കാണ് ചികിത്സയും സംരക്ഷണവും നൽകി പരിപാലിച്ചു വരുന്നത്. 1989-ലാണ് ഈ സ്ഥാപനത്തിന് ആരംഭം കുറിക്കുന്നത്. ബഥനി സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റേഴ്സാണ് ആരംഭം മുതൽ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നത്. ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ളത്. 18 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. ഇപ്പോൾ 58 കുട്ടികളാണ് ഇവിടെ താമസിക്കുന്നത്. നമ്മൾ കൂടുതലും തീരെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെയാണ് നമ്മൾ താമസിപ്പിക്കുന്നത്. പിന്നെ ഡെഫ് ആൻഡ് ഡെംബ്, മെൻ്റലി റിട്ടാർഡ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, മെൻ്റൽ ഇങ്ങനെയുള്ള വൈകല്യമുള്ള കുഞ്ഞുങ്ങളാണ് നമുക്കിപ്പോഴുള്ളത്. ആ ജീവനാന്തകാലം ഉള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഈ കുട്ടികളെ താമസിപ്പിക്കുന്നത്. നമ്മൾ ഈ ട്രെയിനിങ് സെൻ്ററായിട്ട് നമ്മൾ 2020 വരെ ട്രെയിനിങ് സെൻ്ററായിരുന്നു. 2021 മുതൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ജീവിതകാലം മുഴുക്കെ താമസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇങ്ങനെ താമസിക്കാനുള്ള അവസരം നമ്മൾ ഈ കുട്ടികളുടെ ആവശ്യപ്രകാരമാണ് നമ്മളത് ഈ സ്ഥാപനം ഇങ്ങനെ ഈ പ്രവർത്തനത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ വരുന്ന കുട്ടികൾ നമ്മുടെ സാമൂഹ്യക്ഷേമ ഓഫീസിൻ മുഖേനയാണ് നമുക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങളെ കിട്ടുന്നത്. പിന്നെ വീട്ടിൽ ബന്ധുക്കളുടെ മുഖേന ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. മെൻ്റലി റിട്ടാർഡും അതിൻ്റെ കൂടെ മെൻ്റൽ ഇല്ലും ആയ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ താമസിപ്പിക്കുന്നത്. ഈ കുട്ടികളെ ഇപ്പോൾ നമ്മൾ പിന്നെ പ്രസ് ആൻഡ് മൈൻഡിങ്, ക്യാൻഡിൽ മേക്കിങ്, ക്രാഫ്റ്റ്, ടൈലറിങ്, ഫാഷൻ ഡിസൈൻ ഇങ്ങനെയുള്ള പിന്നെ വർക്കുകൾ നമ്മൾ ചെയ്യിപ്പിക്കുകയും അവർക്ക് കിട്ടുന്ന അവരെയും കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് അവരുടെ പേരിൽ നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. അതിനുള്ള കാരണം ഈ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവർക്കൊന്നും ചെയ്യാനൊക്കാത്ത അവസ്ഥയിൽ അവരുടെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ള ചിന്തയിൽ അവർ മാനസികമായിട്ട് വേദനിക്കരുത്. അതിനുള്ള ഒരവസരം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ചെയ്യുന്ന ഒരു എമൗണ്ട് നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നത്. ഇവിടെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പൈസ ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് കിട്ടേണ്ട ട്രീറ്റ്മെൻറ്റ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന തുച്ഛമായ മറ്റുള്ളവർ വരുമാനം ഭക്ഷണത്തിൻ്റെ തരുന്നതായാലും എല്ലാം തുച്ഛമായിട്ട് നിങ്ങൾ കിട്ടുന്ന പൈസകൾ എടുത്ത് ശേഖരിച്ച് നമ്മൾ ഇവർക്ക് ഇവിടെ ഭക്ഷണമായാലും ശരി നമ്മളുടെ അവിടെ ചികിത്സകൾ നമ്മൾ ചെയ്തു വരുന്നു. പിന്നെ നമുക്ക് ആവശ്യമുള്ള എന്തിന് നമുക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടാൻ ഞങ്ങളുടെ മദർ ഫൗണ്ടേഷനിൽ അനുവദിക്കത്തില്ല. കാരണം
ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉടനെ മദറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അത് നിറവേറ്റി തരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ബഥനി സമൂഹത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ഞങ്ങളുടെ ഈ സ്ഥാപനം. കാരണം ഞങ്ങൾക്ക് എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും അവളോട് പറയുമ്പോൾ ഞങ്ങളുടെ മദറും കൗൺസിലേഴ്സും ഞങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇത് ആദിമകാലത്ത് ഒരു ഹോസ്പിറ്റലായിരുന്നു. അത് അരമനയുടെ മലങ്കര സഭയുടെ കീഴിൽ പ്രവർത്തിച്ച ഒരു ഹോസ്പിറ്റലായിരുന്നു. അത് വലിയ നല്ലൊരു പ്രവർത്തനമായിരുന്നു അവർക്ക്. അവന് മുന്നോട്ട് കൊണ്ടുപോകാൻ നാട്ടുകാരുടെയോ എന്തോ ഒരു പ്രശ്നം കൊണ്ട് ആ ഹോസ്പിറ്റലിൽ നിർത്തിയിട്ട് പിന്നെ നമ്മുടെ മലങ്കര സഭ തന്നെ ഡെഫ് ആൻഡ് ഡംബ് എന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം ഇവിടെ മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയ സമയത്ത് പെൺകുട്ടികളായതുകൊണ്ട് മലങ്കര സഭയ്ക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതിനാൽ അത് ബഥനി സമൂഹത്തെ അത് ഈ സ്ഥാപനം ഏൽപ്പിക്കുകയും ഈ ബഥനി സമൂഹം പിന്നെ ഡെഫ് ആൻഡ് ഡംബ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എന്നീ രീതിയിൽ ഈ കുട്ടികളെ സെൻറ്റ് ജോൺസ് ട്രെയിനിങ് സെൻറ്റർ എന്ന രീതിയിൽ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഞങ്ങളുടെ 2002 ഈ സ്ഥാപനം നമ്മൾ ബെസ്സെയ്ത റിഹാബിലിറ്റേഷൻ ട്രെയിനിങ് സെൻ്ററായിട്ട് നമ്മൾ പേര് മാറ്റി ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ അംഗീകാരം ലഭിക്കുകയും ചെയ്തു. നമുക്ക് ബഥനി സമൂഹം ആണ് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവിധമായ സപ്പോർട്ടും ഞങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെ മദറും ഞങ്ങളുടെ കൗൺസിലേഴ്സും ഞങ്ങളുടെ സിസ്റ്റേഴ്സും നമ്മുടെ സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് അതേപോലെ മദർ ജനറലും കൗൺസിലേഴ്സും ഞങ്ങൾക്ക് എന്തിനാവശ്യം ഉണ്ടെങ്കിലും ഈ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ അവർ നിറവേറ്റി തരികയും ചെയ്യുന്നു. ദൈവമേ, ഞാനെന്നും അങ്ങേക്ക് പൈതൽ, എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്ക് പൈതൽ, കൂടെ നടക്കുന്നു പകലിൽ, കൂട്ടിനിരിക്കുന്നു ഇരുളിൽ, കൂടെ നടക്കുന്നു പകലിൽ, കൂട്ടിനിരിക്കുന്നു ഇരുളിൽ. എങ്ങോ എവിടെ വെച്ചോ ഓർമ്മകൾ നഷ്ടമായവർ, വിശപ്പും ദാഹവും മറന്നുപോയവർ, ഓർമ്മകൾക്കും മറവികൾക്കും ഇടയിൽ എവിടെ വെച്ചോ എന്നോ സ്വയം നഷ്ടപ്പെട്ടവർക്ക് പ്രശാന്തിയുടെ സ്നേഹത്തണൽ ഒരുക്കി നൽകിയിരിക്കുകയാണ് ബെത്സെയ്ദ. കൈവിട്ടു ഞാൻ പാതി വഴിയിൽ, കാത്തുകാത്തിടും നിൻ സ്നേഹം, ഒടുവിൽ തളർന്നിരുന്നിടമോ, നിൻ മടിത്തട്ടായിരുന്നു, ഒടുവിൽ തളർന്നിരുന്നിടമോ, നിൻ മടിത്തട്ടായിരുന്നു. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ, എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ. ലോകത്തിനുയരങ്ങൾ തേടി നൽകാതെ നേടാൻ നടന്നു, ലോകത്തിനുയരങ്ങൾ തേടി നൽകാതെ നേടാൻ നടന്നു, ഒടുവിൽ അലഞ്ഞണഞ്ഞിടമോ, നിൻകാൽ ചുവടായിരുന്നു, ഒടുവിൽ അലഞ്ഞണഞ്ഞിടമോ, നിൻകാൽ ചുവടായിരുന്നു. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്ക് പൈതൽ, കൂടെ നടക്കുന്നു പകലിൽ, കൂട്ടിനിരിക്കുന്നു ഇരുളിൽ, കൂടെ നടക്കുന്നു പകലിൽ, കൂട്ടിനിരിക്കുന്നു ഇരുളിൽ. എത്ര
എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ. വ്യത്യസ്ത മാനസിക നിലവാരത്തിലുള്ളവർ, മോഹരും ബധിരരുമായവർ, ഭിന്നശേഷിക്കാരും ശാരീരിക വൈകല്യവും ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരുമായ 58ഓളം വ്യക്തികൾക്ക് സ്നേഹപരിലാളനകൾ നൽകി പ്രശാന്തിയുടെ പ്രഭചൊരിയും ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ സ്നേഹ പരിലാളനകളാൽ ഏവരുടെയും അമ്മമാരായി മാറിയിരിക്കുന്നു സിസ്റ്റർ കീർത്തനയും സിസ്റ്റർ പ്രശാന്തിയും സിസ്റ്റർ ലീനയും. കുട്ടികളെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് നമ്മൾ കടയ്ക്കൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, നിലമേൽ ബംഗ്ലാംകുന്ന് ഒരു ഹോസ്പിറ്റലുണ്ട്, അതേപോലെ ചടയമംഗലം ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. അവിടെ എല്ലാം കൊണ്ട് നമ്മൾ പിന്നെ നിവൃത്തി ഇല്ല എങ്കിൽ നമ്മൾ മെഡിക്കൽ കോളേജിൽ അവിടെയും കൊണ്ടുപോയി ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ പ്രത്യേകിച്ച് ഞങ്ങളുടെ പെരുമ്പഴ അസിസ്റ്റീവ് അഡ്വാൻമെൻറ്റ് ഹോസ്പിറ്റൽ ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ടാണ്. അവിടുത്തെ ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും സിസ്റ്റർ സെറിൻ ഞങ്ങളുടെ കൂടെ അവിടെ വന്ന് ഈ കുഞ്ഞുങ്ങളെ കാണുകയും ഈ കുഞ്ഞുങ്ങളെ ഓരോ വ്യക്തിപരമായിട്ട് അറിയുകയും ചെയ്യാം. അതേപോലെ സിസ്റ്റർ ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ടാണ്. സിസ്റ്റർ ഈ കുഞ്ഞുങ്ങളെ എല്ലാ ചികിത്സകളും മെഡിസിനുകളും എല്ലാം സിസ്റ്ററാണ് ഞങ്ങൾക്ക് ഇത് ചെയ്തു തരുന്നത്. അതേപോലെ ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ട്. ഞങ്ങൾക്ക് ഒരു കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ കിടത്തണമെങ്കിൽ അവിടെയാണ് ഞങ്ങൾക്ക് പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ടാണ് ഞങ്ങളെ അവിടെ അങ്ങനെ ചികിത്സിക്കുകയും ചെയ്യുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഇവിടെ 58 കുട്ടികളാണുള്ളത്. 18 വയസ്സ് മുതൽ 86 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഞങ്ങൾ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ പോലും കുഞ്ഞുങ്ങളുടെ മനസ്സാണ് ഇവർക്കുള്ളത്. ഇടയ്ക്കെല്ലാം വയലൻ്റ് ആയാൽ പോലും അവർ കുറച്ച് കഴിയുമ്പോഴത്തേനും അവരുടെ മനോഭാവം മാറും. നമ്മൾ വഴക്ക് പറഞ്ഞാൽ ശരി, നമ്മളോട് സ്നേഹം, ഒരു അമ്മയുടെ സ്നേഹം എങ്ങനെയാണ് അതേപോലെയാണ് അവർക്ക് അനുഭവപ്പെടുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യും. നമ്മൾ വഴക്ക് പറയുമെങ്കിലും നമ്മുടെ ഉള്ളിൽ നമുക്ക് സ്നേഹമുണ്ട് ആ കുഞ്ഞുങ്ങളോട്. അവരെന്തെല്ലാം കുരുത്തക്കേട് കാണിച്ചാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് സ്നേഹമുണ്ട്. അതേപോലെയാണ് അവർക്കും. സന്യസ്ത ജീവിതത്തിൽ 33 വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന സിസ്റ്റർ പ്രശാന്തി SIC കഴിഞ്ഞ 27 വർഷങ്ങളായി ഈ സ്ഥാപനത്തിലെ ശുശ്രൂഷകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 20 വർഷത്തിലേറെയായി ഇവിടെ തന്നെയുള്ള ശുശ്രൂഷകളിലാണ് സിസ്റ്റർ സീനയും. ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 27 വർഷത്തോളമായി. ഈ കുഞ്ഞ് കാരണം വർക്ക് നമുക്ക് ചിലപ്പോൾ മാനസികമായിട്ട് നമുക്ക് വേദനകളുണ്ടാവും. ഇവളുടെ സംസാരങ്ങൾ, ചില സമയത്ത് പെരുമാറ്റങ്ങൾ, നമ്മൾ എത്രയും സ്നേഹം കൊടുത്തു കഴിഞ്ഞാലും പോലും ചില സമയത്ത് നമ്മൾ ചില സമയത്ത് അവർക്ക് ഭയങ്കര ഇഷ്ടക്കേടുള്ള രീതിയിൽ സംസാരിക്കുകയും നമുക്ക് ഹൃദയത്തിൽ കൊള്ളുന്ന രീതിയിൽ അവരുടെ വാക്കുകൾ ഒക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിഷമം വരും. എന്നാൽ പോലും ഈ കുഞ്ഞുങ്ങളാണ്, അവർക്ക് അറിയില്ലല്ലോ അതിൻ്റെ ആ സമയത്തുള്ള ദേഷ്യം കൊണ്ടാണല്ലോ എന്ന് നമ്മൾ മാറി ചിന്തിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കാരണം ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ ആർക്കധികം താല്പര്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഈ ആർക്കും കളയാനുള്ളതല്ലല്ലോ, പിന്നെ കുഞ്ഞുങ്ങളല്ലേ. അതുകൊണ്ട് അവരെ എത്രയും സ്നേഹിച്ച് മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളാണ് കൂടുതലും. അവർക്ക് ഒരു മാതാവിൻ്റെ സ്നേഹം കൊടുത്ത് അവരെ മുന്നിലോട്ട് കൊണ്ടുപോവുക, അവരുടെ ദൈവസ്നേഹത്തിൽ അവരെ വളർത്തുക, ദൈവവുമായിട്ട് അവരെ അടുപ്പിക്കുക, ഇതൊക്കെയാണ് എനിക്ക് അവർക്ക് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ ഈ ഫീൽഡ് ഏറ്റവും നല്ലൊരു ഫീൽഡായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കാരണം എത്രയോ മനുഷ്യരാണ് ഈ പുറത്ത് ഇങ്ങനെ വേദനകൾ അനുഭവിച്ച് കിടക്കുന്നത്. അതേപോലെ നമുക്കും, കാരണം അതുപോലെ ഞാൻ ഈ ജോലികളെല്ലാം ചെയ്യുമ്പോൾ എൻ്റെ സമൂഹം, എൻ്റെ ബദിനി സമൂഹം, എൻ്റെ മലങ്കര സഭ, എൻ്റെ കുടുംബം ഇവർക്ക് വേണ്ടിയല്ലൊക്കെ ഞാൻ ഓരോ നിയോഗം വെച്ചാണ് ഞാൻ എൻ്റെ ഈ ജോലികൾ ചെയ്യുന്നത്. കാരണം
അല്ല എങ്കിൽ നമുക്ക് ആർക്കും ഈ ജോലികൾ ചെയ്യാൻ ആർക്കും ഇഷ്ടപ്പെടുകയില്ല, താല്പര്യപ്പെടുകയില്ല. കാരണം നമ്മൾ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഈ ജോലികൾ ചെയ്യാൻ സാധിക്കുന്നത്. നമുക്കിവിടെ ഇപ്പോൾ നമ്മുടെ ഓഫീസുകളിൽ നിന്നാണ്, സാമൂഹ്യക്ഷേമ ഓഫീസുകളിൽ നിന്നാണ് നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടുന്നത്. അവർക്ക് ഈ സ്ഥാപനത്തെക്കുറിച്ച് എന്താ പറയുക, ഭയങ്കര മതിപ്പാണ്. അവർ ആദ്യം ഒരു കുഞ്ഞിനെ അവരുടെ കയ്യിൽ സാമൂഹ്യക്ഷേമ ഓഫീസിൽ കിട്ടുമ്പോൾ ആദ്യം ബെസ്തെയ്ത റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ കൊടുക്കാം. അവിടെ നമ്മൾ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ മാത്രമേ അവർ വേറെ സ്ഥാപനത്തിന് കൊടുക്കുകയുള്ളൂ. കാരണം എന്തോ ഒരു കാര്യം വന്നാലും ബെസ്തെയ്ത അവർക്ക് അതൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള ഇതുണ്ട്. കഴിവതും ഞാൻ ഒരു കുട്ടികളെ പോലും തിരിച്ച് വീട്ടിൽ വിടാൻ ആഗ്രഹിക്കാറില്ല. കാരണം ഒരു മാതാപിതാക്കളുടെ കണ്ണീര് അതൊക്കെ നമുക്ക് ഇവിടെ വന്ന് നമ്മുടെ മുന്നിൽ വന്ന് കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സഹിക്കത്തില്ല മറ്റുള്ള. കാരണം നമ്മൾ ഇങ്ങനെയുള്ള ഇതിന് വേണ്ടി ഇറങ്ങി തിരിച്ചതുകൊണ്ട് നമ്മൾ സഹിക്കും. പക്ഷേ എല്ലാവരും ഇതേപോലെ സഹായിക്കണം എന്നില്ല. അതുകൊണ്ട് അങ്ങനെ കഴിവതും വിടാറില്ല. കാരണം ഇങ്ങനെ 2-3 പിള്ളേരെ വിട്ടിട്ടുണ്ട്. അതിൻ്റേതായ വിഷമം നമുക്കുണ്ട് അവരെ വിട്ടത് കൊണ്ട്. കാരണം അതെ ഒരു കാരണവശാൽ പോലും ആ കുട്ടി അങ്ങോട്ട് മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നില്ല. മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഒരു ഭാരമായി തീരുന്നു. അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ വിടത്തില്ല. പക്ഷേ മറ്റുള്ളവരുടെ കൂടെ ഉള്ള കുഞ്ഞുങ്ങളുടെയും ടീച്ചേഴ്സിൻ്റെയും അവിടെയും കൂടെ നമ്മൾ നോക്കണമല്ലോ. അതുകൊണ്ടാണ് ആ കുഞ്ഞിനെ തിരിച്ചു വിടേണ്ടതായിട്ട് വന്നത്, കുഞ്ഞുങ്ങളെ തിരിച്ചു വിടേണ്ടതായിട്ട് വന്നേക്കുന്നത്. ആയിരത്തി 1989 മുതൽ പ്രവർത്തനം തുടരുന്ന ഈ സ്ഥാപനത്തിൽ ഇവർക്ക് കൃത്യമായ ചികിത്സകളും ഭക്ഷണവും നൽകി സംരക്ഷണം ഒരുക്കുന്നതിനോടൊപ്പം തന്നെ ഇവർക്കാവശ്യമായ പരിശീലന പ്രവർത്തനങ്ങളും ക്രമീകരിച്ചിരിക്കുന്നു. കരകൗശല നിർമ്മാണം, ആഭരണ നിർമ്മാണങ്ങൾ, മെഴുകുതിരി നിർമ്മാണം, തയ്യൽ ക്ലാസുകൾ, പ്രിന്റിംഗ് പ്രസ്സുകളിലെ ജോലി പരിശീലനങ്ങൾ മുതലായവ അഭ്യസിപ്പിച്ചു വരുന്നു. കോരിയോട് ബെത്സെയ്ത റീഹാബിലിറ്റേഷൻ ആൻഡ് ട്രെയിനിങ് സെൻറ്റർ ഫോർ ദി ഹാൻഡിക്യാപ്ഡ് എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായി സിസ്റ്റർ കീർത്തന സേവനം ചെയ്തു വരുന്നു. എൻ്റെ പേര് സിസ്റ്റർ സീന. ഞാൻ ബദനി സമൂഹത്തിലെ ഒരംഗമാണ്. ഞാൻ പ്രിൻറ്റിങ് ആൻഡ് ബൈൻഡിങ് തിരുവനന്തപുരത്ത് പഠിച്ചു. അതിനുശേഷം ഇവിടെ ജോലിക്ക് എൻ്റെ പ്രസിൻ്റെ ചുമതലയേറ്റ് പ്രസിൻ്റെ വർക്കുകൾ ചെയ്യുന്നു. പ്രസിൽ ചെയ്യുന്ന ജോലികൾ അത് നമ്മൾ പുറത്ത് നോട്ട്ബുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രിൻ്റ് ചെയ്ത് നമ്മൾ പുറത്ത് കൊടുക്കും. നമ്മുടെ മഠങ്ങളിൽ ഒക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോട്ട്ബുക്ക് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പുറമേയുള്ള സ്കൂളുകൾക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് നമ്മളിപ്പം കോളേജിലേക്കുള്ള അസൈൻമെൻറ്റ് ബുക്കുകൾ അത് നമ്മൾ തിരുവനന്തപുരത്ത് ബസേലിയസ് കോളേജിലൊക്കെ നമ്മൾ കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് അത് ചെയ്യുന്ന കാര്യങ്ങൾ അവർ നന്നായിട്ട് അത് ചെയ്യുകയും പരിശീലിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവർ കുഞ്ഞുങ്ങൾ നന്നായിട്ട് ചെയ്യാൻ നല്ല മനസ്സോടുകൂടി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്നത് അവർക്ക് തന്നെ ഒരു മുതൽക്കൂട്ടായിട്ട് തരികയും ഈ സ്ഥാപനത്തിന് തന്നെ അതൊരു വരുമാനമായിട്ട് വരികയും ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്കിത് തൊഴിലധിഷ്ഠിതമായ ഒരു കാര്യങ്ങളാണ് ചെയ്യുന്നത്. അവർക്ക് വളരെ സന്തോഷമാണ്. അവരുടെ മാനസികമായ വളർച്ച അവർ കൂടുതലായിട്ട് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് അവർക്കത്. കാരണം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിനെ ഒരു ഉത്തേജിപ്പിക്കാനും മനസ്സിനെ ഒരു എല്ലാത്തിൽ നിന്നും ഏകാഗ്രമായിട്ടൊന്ന് നിൽക്കാനും അവർക്കത് ഒത്തിരി ഉപകാരപ്രദമായ ഒരു കാര്യമാണിത്. മാനസിക ഉല്ലാസം തന്നെയാണെങ്കിൽ നമ്മളിവിടെ ഇരുന്നാലും കാര്യങ്ങൾ ചെയ്യുമ്പോഴും പരസ്പരം അങ്ങോട്ടും സംസാരിച്ചും ഉല്ലസിച്ചും വളരെ സന്തോഷപൂർവ്വമാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ആർക്കും ഒരു ബുദ്ധിമുട്ടോ എനിക്കിത് വേണ്ട, ചെയ്യാൻ എനിക്കിഷ്ടമില്ല എന്നുള്ളൊരു മനോഭാവം അവർക്ക് ആർക്കും തന്നെ ഇല്ല. വളരെ സന്തോഷപൂർവ്വമാണ് കുഞ്ഞുങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഈ കുഞ്ഞുങ്ങളോടൊപ്പം ഓരോ ദിവസവും കഴിയുമ്പോഴും ഓരോ നിമിഷം മുന്നോട്ട് നീങ്ങുമ്പോഴും വളരെ സന്തോഷകരമായൊരു അനുഭവമാണ് ഉള്ളത്. കാരണം അവരുടെ കളികൾ, ചിരികൾ, അവരുടെ മനസ്സിൻ്റെ വളർച്ച തന്നെ നമുക്കത് കാണുമ്പോൾ ഒരു വലിയൊരു സന്തോഷം നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അവരുടെ വളർച്ച മാത്രമാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ. അവരെ ഒരിക്കലും മറ്റുള്ളവരുടെ മുൻപിൽ ഒരു
ഇതിലേക്ക് പോകാതെ അവരുടെ മുൻപിൽ അവരെ ഒന്നിനും കൊള്ളത്തില്ല, അവരെന്തിനു കൊള്ളാം എന്നുള്ളൊരു ചിന്താഗതി തന്നെ മാറി എനിക്ക് എന്തെങ്കിലും സാധിക്കും, എനിക്ക് ചെയ്യാൻ സാധിക്കും, എനിക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് ഈ കുഞ്ഞുങ്ങൾ ഓരോ കാര്യങ്ങളിലൂടെയും തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അവർ ചെയ്യുന്ന ഓരോ ജോലികളും ഓരോ കാര്യങ്ങളും അവർ പഠിച്ചെടുക്കുന്ന ഓരോ ഇതും അവരത് എനിക്കിത് സാധിക്കും, എന്നെ ഒന്നിൽ മാറ്റി നിർത്താൻ പറ്റത്തില്ല. ശാരീരികമായ വൈകല്യമുണ്ടെങ്കിലും എനിക്ക് മാനസികമായി ഞാൻ വളരെ ശക്തി ഉള്ളവളാണ് എന്നുള്ളത് കാണിക്കുകയാണ് കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്. വളരെ സന്തോഷപൂർവ്വമാണ് അവരുടെ രീതികൾ കാര്യങ്ങൾ അവർ ചെയ്തത്. സിസ്റ്റർ കീർത്തന SIC, സിസ്റ്റർ പ്രശാന്തി SIC, സിസ്റ്റർ സീന SIC എന്നിവരാണ് ബെത്സെയ്ദ ട്രെയിനിങ് സെൻ്ററിൻ്റെ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികൾ ആയിരിക്കുന്നത്. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ശുശ്രൂഷ വഴികളിൽ സഹജീവി സ്നേഹത്താൽ ചേർത്ത് പിടിച്ച ഒരു കൂട്ടം മക്കൾക്ക് അമ്മമാരായി സ്നേഹം പ്രസരിപ്പിച്ച് ആശ്വാസത്തിൻ്റെ നിമിഷങ്ങൾ ചുറ്റിലും നിറയ്ക്കുന്ന സ്നേഹകീർത്തനങ്ങളായി ആത്മാവിൻ്റെ ദൈവസ്നേഹത്തെ സമൂഹത്തിനാകെ പകർന്നു നൽകുകയാണ് സിസ്റ്റർ കീർത്തനയും സിസ്റ്റർ പ്രശാന്തിയും സിസ്റ്റർ സീനയും. MC റോഡരികിൽ ചടയമംഗലത്തിനും നിലമേലിനും മധ്യേ കൂരിയോട് ബദനി സന്യാസിനി സമൂഹത്തിന് കീഴിൽ പ്രവർത്തനം തുടരുന്ന ബെത്സെയ്ദ റിഹാബിലിറ്റേഷൻ ആൻഡ് ട്രെയിനിങ് സെൻ്ററിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് തണലിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.